സർ, നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ പേര് തന്നെ മൊത്തത്തിൽ നമ്മൾ തന്നെയാണ് ആ കൊള്ളക്കാർ എന്നൊരു പ്രതീതിയാണ്. എന്തുകൊണ്ടാണ് ഈ കൊള്ളക്കാർ എന്നൊരു പദം തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയത്? പണ്ട് മുഗൾ രാജവംശമാണേലും അതിനു മുമ്പ് വന്നിട്ടുള്ള പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള പല ആക്രമണങ്ങളാണേലും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും, അപ്പം ശശി തരൂരൊക്കെ അദ്ദേഹം എപ്പോഴും പറയുമല്ലോ, ബ്രിട്ടീഷുകാർ വന്ന് 22% GDP ഉണ്ടായിരുന്ന ഇന്ത്യയെ കൊള്ളയടിച്ച അവസാനം 3% GDP വേൾഡ് GDPയുടെ ഭാഗമായിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്, നമുക്ക് കൺട്രോളില്ല. ബിക്കോസ് ദേ കം ആൻഡ് ദേ ലൂട്ടേഴ്സ് ആൻഡ് ദേ ഗോ എവേ. ഇവിടെ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുക, നമ്മളെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞിട്ട്. ദിസ് ഈസ് ഹാപ്പനിങ്. ഈ ഗവൺമെൻറ്റോ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റോ ഒന്നുമല്ല. എല്ലാ ഗവൺമെൻറ്റിലും ഒരു കൊള്ളയടിയുടെ ഒരു എലിമെൻ്റുണ്ട്. അത് എൻ്റെ ഗവൺമെൻറ് സർവീസിനകത്ത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ദീസ് ആർ ദ വേയ്സ് ഇൻ വിച്ച് ദ പബ്ലിക് മണി ഈസ് ബീങ് ലൂട്ടഡ്. DGP ജേക്കബ് പൊന്നു സാർ ഈ പുസ്തകത്തിനെ പറ്റി ഒരിക്കൽ പ്രസംഗിച്ചത്, ഈ പുസ്തകം പുതിയ തലമുറയ്ക്ക് നല്ലൊരു ഹാൻഡ് ബുക്കാണ്. കാരണം എങ്ങനെ സർക്കാർ സർവീസിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ളത് ആർക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ വിജുവിൻ്റെ ബുക്ക് വായിച്ചാൽ മതി.